നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും ഓരോ പ്രസ്താവനകൾ ഇറക്കി ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു പ്രധാനിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്തിനും ഏതിനും ഞാനായിരിക്കണം ആദ്യം എന്ന ഒരു ചിന്തയും എന്ന ഒരു തീരുമാനമാണ് ട്രംപിനുള്ളത്. നമുക്കറിയാലോ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ചർച്ചയിലൂടെ തീരുമാനമായി, യുദ്ധം നിർത്തുന്നു എന്നുള്ള വിവരം ആദ്യമായി പറഞ്ഞത് ട്രംപാണ്. അതുപോലെ തന്നെ ആ യുദ്ധം നിർത്താനുള്ള കാരണക്കാരൻ താനാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതും ട്രംപ് തന്നെയാണ്. ഇന്ത്യയും US-ഉമായുള്ള വ്യാപാര കരാർ സാധ്യമായി എന്നുള്ള വിവരം ലോകത്തെ അറിയിച്ചിരിക്കുന്നതും ട്രംപാണ്. ട്രംപും അമേരിക്കയും ഇത് വലിയ ആഘോഷമാക്കി മാറ്റുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്കുള്ളിൽ ഇതിന് ഒരാശങ്കയുണ്ട്. കാരണം കേന്ദ്ര ഗവൺമെൻറ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാത്തതിനാൽ ഇത് കരാർ അമേരിക്കയ്ക്ക് അനുകൂലമാണോ എന്ന രീതിയിൽ ആശങ്ക പലരും പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്ക് മേൽക്കൈയാണ്. ഇന്ത്യയുടെ വ്യാപാര രംഗം പുഷ്ടിപ്പെടും, രൂപയ്ക്ക് മൂല്യം വർദ്ധിക്കും തുടങ്ങി ഒരുപാട് ഗുണഗണങ്ങൾ ഇന്ത്യക്കുണ്ടാകും എന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. എന്തായാലും ഈ കരാറോടുകൂടി അമേരിക്കയിലാകെ വലിയ ആഘോഷമാണ് കാണുന്നത്. ഇന്ത്യയുമായി കൈകോർക്കുന്നതിലൂടെ പല ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കുന്ന US-ൽ രാഷ്ട്രീയ വ്യാപാര രംഗങ്ങളിലെ പ്രമുഖർ നിറഞ്ഞ മനസ്സോടെയാണ് ഈ വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്തത്. ഇന്ത്യൻ വംശജരുടെ വലിയ സാന്നിധ്യമുള്ള US-ന് ഇന്ത്യ ഏറ്റവും അടുപ്പമുള്ള വ്യാപാര പങ്കാളിയാണെന്ന് അമേരിക്കൻ സെനറ്റിലെ വിദേശകാര്യ സമിതി അധ്യക്ഷൻ ജിം റിഷ് പറഞ്ഞു. ഇന്ത്യ പസഫിക് മേഖലയിൽ ചൈനയുടെ അപകടകരമായ സ്വാധീനം കുറയ്ക്കാനും യുക്രൈനിലെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സുകളിൽ ഒന്ന് തകർക്കാനും ഇന്ത്യ US കരാർ വഴി തുറക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. US-ന്റെ ഊർജ്ജ വിപണിക്ക് വൻ കുതിപ്പാണ് ഇന്ത്യയുമായുള്ള കരാറെന്ന് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയും നാഷണൽ എനർജി ഡൊമിനൻസ് കൗൺസിൽ ചെയർമാനുമായ ഡഗ് ബെർഗം പറഞ്ഞു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഊർജ്ജ നയതന്ത്രമാണ് കരാറിൽ പ്രതിഫലിക്കുന്നതെന്നും രാജ്യാന്തര ബന്ധങ്ങളും US സമ്പദ് വ്യവസ്ഥയും ഇതിലൂടെ കരുത്താർജിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. റഷ്യയുമായുള്ള ഇടപാട് അവസാനിപ്പിച്ചും US-ഉമായി കൈകോർത്തും ഇന്ത്യ നടത്തിയിരിക്കുന്നത് മികച്ച നീക്കമാണെന്നും എന്തുകൊണ്ടും അവർ തീരുവ ഇളവ് അർഹിക്കുന്നു എന്നുമാണ് സെനറ്റർ ലിൻസെ ഗ്രഹാം പറഞ്ഞത്. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനായി റഷ്യയെ ചർച്ചാമേശയിലെത്തിക്കാൻ ഇന്ത്യ ചെയ്തതുപോലെ മറ്റു രാജ്യങ്ങളും എണ്ണ ഇടപാട് അവസാനിപ്പിക്കണം. യുക്രൈനിൽ ഒഴുകുന്ന ചോരപ്പുഴ അവസാനിപ്പിക്കാനുള്ള US-ന്റെ ശ്രമങ്ങൾ ഇന്ത്യ സഹായിച്ച് ബഹുദൂരം മുന്നേറിയിരിക്കുകയാണെന്നും ഗ്രഹാം ചൂണ്ടിക്കാട്ടി. റഷ്യൻ എണ്ണ വാങ്ങുന്നവർക്ക് ശിക്ഷയായി 50% തീരുവ ചുമത്തണമെന്ന നിലപാടുകാരനാണ് ട്രംപിൻ്റെ വിശ്വസ്തനായ ഈ ഗ്രഹാം. ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ വളരെ നിർണായകവും പ്രതീക്ഷ തരുന്നതുമായ ആദ്യത്തെ ചുവടുവയ്പ്പാണെന്ന് US-ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറം പ്രസ്താവനയിൽ പറഞ്ഞു. സ്വകാര്യ മേഖലയിലെ കൂടുതൽ സഹകരണ സംരംഭങ്ങൾക്ക് വഴി തുറക്കുന്ന സമഗ്ര ഉഭയകക്ഷി കരാറിലേക്കുള്ള ആദ്യ ചുവടാകും ഇപ്പോഴത്തെ കരാറെന്ന് US ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റും CEO-യുമായ സൂസൻ ക്ലാർക്കും പറഞ്ഞു. രാജ്യത്തെ എല്ലാവർക്കും ഗുണകരമാകുന്ന വലിയ തീരുമാനമാണ് ഇന്ത്യ US വ്യാപാര കരാർ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യ താൽപര്യം മുൻനിർത്തിയാണ് സർക്കാർ എപ്പോഴും പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. US-ഉമായും യൂറോപ്യൻ യൂണിയനുമായും വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കിയതിന് NDA അംഗങ്ങൾ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. വ്യാപാര കരാർ രാജ്യത്താകെ ആവേശമുണ്ടാക്കിയെന്ന് മന്ത്രി കിരൺ റിജിജുവും പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 9 വ്യാപാര കരാറുകൾ പൂർത്തിയാക്കിയെന്നും ഇതുവഴി 39 രാജ്യങ്ങളുമായി വ്യാപാരം സാധ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വ്യാപാര കരാറുകളുടെ മുഴുവൻ ക്രെഡിറ്റും പ്രധാനമന്ത്രി മോദിക്കാണെന്നും മറ്റൊരു ശിവസേന MP ബില്ലി ദേവറെ പറഞ്ഞു. ഇങ്ങനെ ഇന്ത്യയിൽ BJP-ക്കാരും മന്ത്രിമാരും ഒക്കെ മോദിയെ അനുകൂലിക്കുന്നുണ്ട്, ഈ കരാറിനെ ആഘോഷിക്കുന്നുമുണ്ട്. എന്നാൽ പൊതുവെ ഒരു 90% ജനങ്ങൾക്കും ഇത് രാഷ്ട്രീയ പ്രവർത്തകർക്കും ഇടയിൽ ഇതൊരു ആശങ്ക ഉണർത്തിയിരിക്കുകയാണ്. കാരണം ഈ വ്യാപാര കരാർ കൃത്യമായും പുറത്തുവിടാതെ അതിനുള്ളിൽ എന്തൊക്കെയാണെന്നുള്ള ഒരു അജണ്ട എന്താണെന്നുള്ള കാര്യം വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ഇനി അമേരിക്കയുടെ തൊഴുത്തിൽ കൊണ്ട് ഇന്ത്യയെ കെട്ടിയതാണോ മോദി എന്ന് ചോദിക്കുന്നവരുമുണ്ട്. രാഹുൽ ഗാന്ധിയെപ്പോലെ എന്തിനും ഏതിനും
വിമർശിക്കുന്നവർ ഈ കാര്യത്തിലും മോദി വിമർശിക്കുക തന്നെയാണ്. എന്നാൽ ഇത് ഒപ്പിടാതിരുന്നപ്പോൾ എന്തുകൊണ്ട് ഇതായില്ല, സാധിച്ചില്ല, ഒപ്പിട്ടില്ല എന്ന് ചോദിച്ചിരുന്ന ആളാണ് രാഹുൽ ഗാന്ധി. പക്ഷേ ഇപ്പോൾ കരാർ വന്നപ്പോൾ ഡൊണാൾഡ് ട്രംപിന് അടിയറവ് പറഞ്ഞോ എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധിയും ചോദിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വ്യാപാര കരാറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിടുമ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഗുണഗണങ്ങൾ ആർക്കാണ് കിട്ടുക, എന്താണ് ഇന്ത്യക്കുള്ള ഗുണം അതോ അമേരിക്കയ്ക്കുള്ള ഗുണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വ്യാപാര കരാർ സാധ്യമായതോടുകൂടി നമ്മുടെ 50% തീരുവ, അധിക തീരുവ ചേർത്ത് 50% എന്നുള്ളത് ഇപ്പോൾ അമേരിക്ക 18% കുറച്ച വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും അത് നടപ്പിൽ വരട്ടെ. അത് നമ്മുടെ വ്യാപാര രംഗത്തെ, കയറ്റുമതി രംഗത്തെയും ശക്തിപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.